ഡിസ്കസ് ചെയ്യുന്നത് ഗൈറോസ്കോപ്പ് ആയിരുന്നു. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ എയറോപ്ലെയിൻ ആണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യം അതിൻ്റെ മുമ്പ് കുറച്ച് നമുക്ക് തിയറികൾ അറിഞ്ഞിരിക്കണം. എന്താണ് എയറോപ്ലെയിന്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ്റെ ഒരു ഫിഗർ അറിഞ്ഞിരിക്കണം. ഇതാണ് ഒരു എയറോപ്ലെയിൻ. അതിൻ്റെ ബാക്ക് ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് എന്ന് പറയും. അതേപോലെ മുൻഭാഗത്തിന് പറയുന്ന പേരാണ് ഫോർ അല്ലെങ്കിൽ ഫോർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ബോ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഇതാണ് ഇതിന്റെ ലെങ്ത് വൈസ് വരുന്ന ആക്സിസിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് വരുന്ന നേരെ ഹാഫ് കട്ട് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരുന്നതിന് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്, ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി പിച്ചിങ് എന്താന്ന് പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു പിച്ചിങ് പറയുന്നതിന്റെ മുമ്പേ ഇവിടെ ലെഫ്റ്റ് സൈഡ് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഷിപ്പിന്റെ ലെഫ്റ്റ് സൈഡിനെ പോർട്ട് എന്നും പറയും, ഷിപ്പിന്റെ റൈറ്റ് സൈഡിനെ സ്റ്റാർ ബോർഡ് എന്നുമാണ് പറയാം. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഷിപ്പ് ലെഫ്റ്റിലോട്ട് തിരിയുന്നത് റൈറ്റിലോട്ട് തിരിയുന്നതിന് സ്റ്റിയറിംഗ് എന്ന് പറയും. ട്രാൻസ്വേഴ്സ് ആക്സിസിൽ നോക്കുമ്പോൾ ഷിപ്പിന്റെ ഫ്രണ്ട് മുകളിലോട്ട് താഴുകയും താഴുകയും പൊന്തുകയും ചെയ്യും. ഷിപ്പ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ, അതിനാണ് പിച്ചിങ് എന്ന് പറയാം. എബൌട്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് പിച്ചിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ബോ എന്താന്ന് പറഞ്ഞു, സ്റ്റേണ്, സ്റ്റാർബോർഡ്, പോർട്ട്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ടേണിംഗ് ആണ്. പിച്ചിങ് പറഞ്ഞു. റോളിംഗ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആംഗുലാർ മോഷൻ ഓഫ് ഷിപ്പ് അബൌട്ട് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഓക്കെ, ബാക്കിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ടാവും. റോൾ ചെയ്യുന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല, അതായത് റോട്ടറിന്റെ വലിയ ചേഞ്ചുകളൊന്നും വരുത്തുന്നില്ല. റോട്ടർ കറങ്ങുന്ന അതേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ജസ്റ്റ് റോളിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇനി ഇവിടെ ഫിഗേഴ്സ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ കണ്ടീഷൻസ് നോക്കാം. ഇനി ഫസ്റ്റ് കേസ് പറയുന്നത് ഡ്യൂറിങ് സ്റ്റിയറിംഗ്, ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂറിങ് സ്റ്റിയറിംഗ് നമ്മൾ അസ്യൂം ചെയ്യാണ് റോട്ടറിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യുന്നത് റിയർ എൻഡ് എന്നാണ്, സ്റ്റേൺ എന്നാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിൽ നിന്നും നമ്മൾ റോട്ടോറിനെ നോക്കുകയാണ്. ആ സമയത്ത് റോട്ടോർ കറങ്ങുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഇനി നമുക്ക് ഡയഗ്രാം വരക്കാം. ബാക്ക് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ കൈ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് പിടിച്ച തമ്പ് ക്ലോക്ക് വൈസ് വരുമ്പോൾ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ ഞാൻ OA അടയാളപ്പെടുത്തി. ഇനി ലെഫ്റ്റിലോട്ട് ടേൺ എടുക്കുകയാണെങ്കിൽ OB അടയാളപ്പെടുത്തി. അപ്പൊ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ AB, B' A' ആണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഞാൻ നോക്കുകയാണെങ്കിൽ, തമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ A' ഇങ്ങോട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ തമ്പ് ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് കിട്ടും. ക്ലോക്ക് വൈസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോ റൈസ് ചെയ്യും, ബാക്ക് ഭാഗം സ്റ്റേൺ ആഫ്റ്റ് ഡൗൺവേർഡ് താഴും. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, റൈസ് ദ ബോ, ലോവർ ദ സ്റ്റേൺ. ഇനി ഓൺ റൈറ്റ് ടേൺ ആണെങ്കിൽ, വലത്തോട്ടാണ് തിരിയുന്നത് വെച്ചെങ്കിൽ സിയും ODയും CD D' ആണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോക്ക് വൈസ് കിട്ടും. ക്ലോക്ക് വൈസിൽ ഷിപ്പിനെ കറക്കി കഴിഞ്ഞാൽ ലോവർ ചെയ്യും, ഫ്രണ്ട് ഭാഗം ലോവർ ചെയ്യും, ബാക്ക് ഭാഗം റൈസ് ചെയ്യും. ഓക്കെ, ലോവർ ദ ബോ ആൻഡ് റൈസ് ദ സ്റ്റേൺ എന്നാണ്, അല്ലെങ്കിൽ ആഫ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഇനി ഗൈറോസ്കോപ്പിക് കപ്പിൾ റോളിംഗ് ആണെങ്കിൽ ദർ ഇസ് നോ effect because rotor are parallel, there is no precision of axis of spin, thus there is no gyroscopic effect. റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പിൻ ആക്സിസിനെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, പ്രിസിഷൻ കൊടുക്കുന്നില്ല. അപ്പൊ റോളിങ്ങിന്റെ സമയത്ത് ഷിപ്പിൽ കാര്യമായിട്ട് എഫക്ട് ഉണ്ടാകുന്നില്ല. ഇനി അടുത്തതാണ് പിച്ചിങ് ഓഫ് ഷിപ്പ് കൺസിഡർ SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയി കൺസിഡർ ചെയ്യാം. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് തീറ്റയുടെയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇക്വേഷൻ എഴുതിയുള്ളൂ, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. സോ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത് when the bow is rising, the reactive gyroscopic couple is clockwise on top viewing from top. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് ട്രാൻസ്വേഴ്സ് ആക്സിസ് അല്ല, ടോപ്പ് വ്യൂവിലെ ഈ സാധനം കാണുള്ളൂ. കാരണം ഇത് നോക്കിയൊക്കെ, ഇപ്പൊ പിച്ചിങ് നടക്കുകയാണെങ്കിൽ ബോ റൈസ് ചെയ്തു, ഫ്രണ്ട് ഭാഗം പൊന്തി എന്ന് പറയുന്ന സമയത്ത് ഇത് OA ഇങ്ങോട്ട് വന്നു, ഫ്രണ്ട് ഭാഗം OB ആയി മാറി റൈസ് ചെയ്ത സമയത്ത്. ഓക്കെ, AB ആണ് അതിന്റെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ,
റിയാക്റ്റീവ് ഗൈറോസ്കോപ്പി ബി ഡാഷ് എ ഡാഷ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോ റൈസ് ചെയ്യുന്നത് നമ്മൾ എവിടെ വെച്ചിട്ടാണ് കറക്റ്റ് വ്യൂ ചെയ്യാൻ പറ്റുക? ട്രാൻസ്വേഴ്സ് ആക്സിസ് സൈഡ് വ്യൂവിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെയൊക്കെ ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിയുന്നത് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? റൈറ്റ് സൈഡിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന്റെ മറ്റേ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പി കപ്പിൾ നോക്കിയിരുന്നു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന ഈ എഫക്റ്റിനെ ബോ റൈസിയും ലോവർ ചെയ്യുന്നതിന്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പി കപ്പിളും ടോപ്പിൽ വന്നിട്ടാണ് നോക്കാറ്. ടോപ്പിൽ ഇത് മറക്കരുത്. ഈ ടോപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോപ്പ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലോക്ക് വൈസിൽ കിട്ടും. ക്ലോക്ക് വൈസിൽ കിട്ടുക പറഞ്ഞാൽ ബോ ലോവർ ചെയ്യും, സ്റ്റേൺ റൈസ് ചെയ്യും. അതായത് ക്ലോക്ക് വൈസ് ആണ് വരിക. അതായത് വ്യൂയിങ് ഫ്രം ദ ടോപ്പ് വ്യൂ ദ ഷിപ്പ് വുഡ് മൂവ് റൈറ്റ് ഓർ സ്റ്റാർബോർഡ് സൈഡ്. ക്ലോക്ക് വൈസിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ, സോറി ഞാൻ ലോവർ ചെയ്യാന്നല്ല പറഞ്ഞു, സോറി, ഈ ടോപ്പ് വ്യൂവിന്റെ ഫിഗറിൽ ക്ലോക്ക് വൈസിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഷിപ്പ് സ്റ്റാർബോർഡ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ഷിപ്പ് എന്ത് ചെയ്യും? സ്റ്റാർബോർഡ് സൈഡിലോട്ട് തിരിയും. വെൻ ബോ ഈസ് ലോവേർഡ് ഷിപ്പ് ടേൺസ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. നേരെ ഓപ്പോസിറ്റ്. ബോ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഫിഗറിൽ ബോ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പി കപ്പിൾ ഡി ഡി ഡാഷ് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോ റൈസ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. സോറി ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെയല്ല വരുന്നത്. പോർട്ട് സൈഡിലോട്ട് ഷിപ്പ് മൂവ് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ട് ഷിപ്പ് മൂവ് ചെയ്യും. അപ്പൊ അതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു പ്രോബ്ലം കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പി പറഞ്ഞ എഫക്റ്റ് അങ്ങനെ തിയറി ആയിട്ട് എക്സാമിന് ചോദിക്കും ഒരു പ്രോബ്ലത്തില്. പക്ഷെ അതിലൊരു മാസ് തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, ടേൺ ചെയ്യുന്ന കർവ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ വി കണ്ടുപിടിക്കുക. പണ്ടത്തെ പോലെ തന്നെ സ്പീഡല്ല 25 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഒന്ന് ലീനിയർ വെലോസിറ്റി വി കിട്ടും. ഐ കണ്ടുപിടിക്കുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ കണ്ടുപിടിക്കുക, ഒമേഗ പി കണ്ടുപിടിക്കുക. ഡയറക്റ്റ് സി ഈക്വൽ ടു ഐ ഒമേഗ പി പറയുമ്പോൾ 1100 ന്യൂട്ടൺ ആണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഇനി ഓരോ എഫക്റ്റുകളാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ. ലെഫ്റ്റ് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? റൈറ്റ് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ ഒമേഗ പി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ കേസുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ആംഗുലർ വെലോസിറ്റി 0.8, അത് ഓരോ കണ്ടീഷനാണ്. ഒമേഗ 1 അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീണ്ടും അതേപോലെ തന്നെ ഒരു ടർബൈനോ ഒരു ഷിപ്പിന്റെ ക്വസ്റ്റ്യൻ തരും, അതിന്റെ എഫക്റ്റ് ചോദിക്കാനാണ്. ഇതേപോലെ ഫിഗർ വരച്ച് മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് വി കണ്ടുപിടിക്കുക, ഐ കണ്ടുപിടിക്കുക, എം കെ സ്ക്വയർ ഒമേഗ കണ്ടുപിടിക്കുക. സോ ഡയറക്റ്റ് ആയിട്ട് ആറ് തന്നു കഴിഞ്ഞാൽ ഒമേഗ പി വി ബൈ ആർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കർവിന്റെ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഐ ഒമേഗ പിയിലെ ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എഫക്റ്റ് ലോവർ ആണോ റൈസ് ആണോ സ്റ്റേൺ ഭാഗത്തിലോട്ടാണോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ 5 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഈ സിമ്പിൾ ഹാർമോണിക്കിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് തിയറിയിൽ എടുത്തത്. ഒമേഗ സി ഈക്വൽ ടു പൈ ഒമേഗ 0. അതാണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചാൽ. ഇഫ് ഷിപ്പ് പിച്ചസ് 5 ഡിഗ്രി, പിച്ച് ആംഗിൾ തന്നിട്ടുണ്ട്, എബോ ബിലോ നോർമൽ പൊസിഷൻ ഓഫ് ദ ബോ, ഡിസെൻഡിങ് വിത്ത് എ മാക്സിമം വെലോസിറ്റി ഓഫ് പിച്ചിങ് മോഷൻ വിത്ത് സിമ്പിൾ ഹാർമോണിക് പീരിയോഡിക് ടൈം 40 സെക്കൻഡ്. അപ്പൊ ഈ തിയറിയിലുള്ള ഈ ഫൈ തന്നിട്ടുണ്ട്. അപ്പൊ ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 40 സെക്കൻഡും 5ഉം കണ്ടുപിടിച്ചിട്ട് ഒമേഗ 0 കണ്ടുപിടിക്കും 40 സെക്കൻഡിൽ. 0.157 ഒമേഗ 0 കിട്ടും. 5 ഒമേഗ 0, 5നെ നമ്മൾ എന്ത് ചെയ്തു? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. പൈ ബൈ 180. ഒമേഗ പി പറഞ്ഞാൽ പൈ ഒമേഗ 0 ആണ്. സോ അത് ജസ്റ്റ് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ പി കിട്ടി. ജസ്റ്റ് ഐ ഒമേഗ പി എന്ന് മറ്റേ ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടു. സോ സിമിലർ പ്രോബ്ലം ആണ്. ഇനി ഒരു ആൽഫ ഈക്വൽ ടു പൈ ആൽഫ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഒമേഗ 0 സ്ക്വയർ ആണ്. പൈ നമുക്ക് അറിയാം, ഒമേഗ 0 അറിയാം. അതിന്റെ സ്ക്വയർ കഴിയുമ്പോൾ മാക്സിമം ആംഗുലർ ആക്സിലറേഷൻ ഡ്യൂറിങ് പിച്ചിങ് കിട്ടും. റോളിങ്ങിന്റെ സമയത്ത് നോ ഗൈറോസ്കോപ്പിക് കപ്പിൾ ആണ്. ഇതാണ് നേവൽ ഷിപ്പിന്റെ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.